ഹായ് ഓൾ, അസ്സാം വലൈക്കും. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുറച്ച് ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. കാരണം നമ്മുടെ മുഹമ്മദിൻ്റെ ബർത്ത്ഡേ ആണ്, 4ാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുഹമ്മദ് ഉണ്ടായെന്ന് വെച്ചാൽ കുറച്ച് നമ്മൾ സങ്കടമൊക്കെ പെട്ട് അങ്ങനെ എന്താ പറയുക പ്രതീക്ഷയോടെ കാത്തിരുന്ന് കിട്ടിയ ഒരാളാണ് കേട്ടോ. ഒരുപാട് എന്താ പറയുക കാത്തിരിപ്പില്ലെങ്കിലും ഒരു 3 വർഷത്തോളമൊക്കെ കാത്തിരുന്നിട്ട് കിട്ടിയ ആളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു സ്പെഷ്യൽ തന്നെയാണ് ആൾ. അങ്ങനെ ദേ രാവിലെ എണീറ്റ് പിള്ളേർക്ക് കുളിക്കാനുള്ള വെള്ളമൊക്കെ വെച്ചു. പിന്നെ അതുപോലെ തന്നെ അടുക്കളയിൽ കുറച്ച് ജോലികളൊക്കെ ചെയ്തിട്ട് നമ്മൾ നേരെ മുകളിലേക്ക് പോകാൻ കേട്ടോ. മുകളിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാർക്കയുടെ മുകളിൽ അവിടെ നമ്മൾ കുറച്ച് അടുക്കളത്തോട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ അവിടേക്കൊന്ന് പോയി അവിടെയൊക്കെ ഒന്ന് സന്ദർശിച്ച് എന്താ പറയുക ഒന്ന് നനച്ച്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറീനെയൊക്കെ നശിപ്പിക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കി അതുങ്ങളെയൊക്കെ ഒന്ന് നശിപ്പിച്ച് കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കുക. അതൊക്കെയാണ് രാവിലെ കുറച്ച് നേരത്തെ ജോലികൾ എന്ന് പറയുന്നത്. അത് സമയം കിട്ടുകയാണെങ്കിൽ മാത്രമേ ഞാൻ മുകളിലേക്ക് കയറാറുള്ളൂ കേട്ടോ രാവിലെ. കാരണം ഇക്ക ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുകളിലേക്ക് പോകാനായിട്ട് സമയം കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ വൈകുന്നേരമാണ് കേട്ടോ കയറാറ്. ഇന്നിപ്പോൾ ഏതായാലും നമുക്ക് എന്താ പറയുക സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. പച്ചക്കറികളെല്ലാം നമുക്ക് കൃഷിഭവൻ വഴിയൊക്കെ കിട്ടിയേക്കണയാണ് കേട്ടോ. നമുക്ക് കുടുംബശ്രീ വഴി കിട്ടിയതുണ്ട്. അല്ലാതെ നമ്മൾ ഗ്രാമസഭയിലും പിന്നെ അതുപോലെ തന്നെ ബ്ലോക്ക് തലത്തിലേക്ക് അപേക്ഷ വെച്ചിട്ട് കിട്ടിയ പച്ചക്കറികളും ഉണ്ട്. ഈ ചട്ടിയിൽ നട്ടേക്കുന്നത് കുറ്റിക്കുരുമുളകാണ് കേട്ടോ. ഇത് നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ്. കുറ്റിക്കുരുമുളകിൽ 4-5 ചട്ടിയിൽ ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ചട്ടിയും നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടണേ കേട്ടോ. വെറുതെ അല്ല, നമുക്ക് സബ്സിഡി നിരക്കിലാണ് കിട്ടുന്നത്. അങ്ങനെ നമ്മളിതേ കുറ്റിക്കുരുമുളക് എല്ലാത്തിലും നട്ടു. ഒരെണ്ണം നമ്മുടെ മുഹമ്മദ് താഴോട്ട് ഇട്ടിട്ട് ഒരെണ്ണം നശിച്ചു പോയിട്ടോ. പക്ഷേ ചട്ടിക്കൊന്നും സംഭവിച്ചില്ല കേട്ടോ. മുകളിൽ നിന്ന് അവൻ താഴെ ഇട്ടിട്ട് പോലും ഒന്നും സംഭവിച്ചൊന്നുമില്ല ചട്ടിക്ക്. പിന്നെ ഈ അറ്റത്ത് ഉള്ളതുണ്ടല്ലോ ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത്, ഇത് കുറ്റിക്കുരുമുളകാന്ന് പറഞ്ഞാൽ നമുക്ക് കൃഷിഭവനിൽ നിന്ന് തന്നതാണ്. പക്ഷേ ഇത് കുറ്റിയല്ല, പടർന്നങ്ങ് പോകാണ് കേട്ടോ. അപ്പോൾ ഇത് അധികം നാൾ നമുക്ക് മുകളിൽ വെക്കാൻ പറ്റത്തില്ല. നമുക്ക് താഴെ ചെന്നിട്ട് ഒന്നില്ലെങ്കിൽ റബ്ബറോ അല്ലെങ്കിൽ കവുങ്ങുണ്ടല്ലോ അടയ്ക്കാമരം, അത് മേക്കോ കയറ്റി വിടാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. അതങ്ങനെ പടർന്ന് പോകുന്ന ടൈപ്പാണ്. അപ്പോൾ അതേ എൻ്റെ കൂടെ ഇളയ 2ാമത്തെ ആളാണ് കേട്ടോ ഇത്, നമ്മുടെ അയാനും കയറിയിട്ടുണ്ട്. അപ്പോൾ അതേ അതൊക്കെ ഒന്ന് ശരിയാക്കാണ്. അപ്പോൾ വാർക്കപ്പുറത്തായതുകൊണ്ട് തന്നെ നല്ല ചൂടായിരിക്കും ഇനി അങ്ങോട്ടേക്ക്. വെയിലാണല്ലോ. അപ്പോൾ മത്തനാണ് കേട്ടോ ഇത്. മത്തൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇഷ്ടംമാതിരി പൂവുണ്ടാവുന്നുണ്ട്, പക്ഷെ കായൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതിന് ജസ്റ്റ് നമ്മൾ കവുങ്ങിൻ്റെ ആ ഒരു സംഭവമാണ് താഴെ വെച്ച് കൊടുത്തേക്കാണ് കേട്ടോ, പടർന്ന് പോകാനൊക്കെ ആയിട്ട്. ഞാനിവിടെ വന്ന സമയത്ത് ഇതുപോലെ ഗ്രോ ബാഗിലൊക്കെ കുറേ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അന്ന് ഇതിലും കൂടുതലൊക്കെ വിളവ് കിട്ടിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഈ തവണ നമ്മൾ കൃഷി ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വരുന്നുണ്ട്. കീടങ്ങളെ കൊണ്ടൊക്കെ ഭയങ്കര ശല്യമാണ്. പയറാണെങ്കിലും ചാഴിയൊക്കെ വന്നിട്ട് നശിപ്പിച്ച് കളയാൻ കേട്ടോ. വെറുതെ അല്ല ഈ ആൾക്കാരൊന്നും കൃഷിയിലേക്ക് ഇറങ്ങാത്തതും ഈ എന്താ പറയുക രാസകീടനാശിനികളൊക്കെ ഉപയോഗിക്കാനും കാരണം എന്നാന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഈ നമ്മൾ കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത് വരുമ്പോൾ ഇതുപോലുള്ള കീടങ്ങളൊക്കെ വന്ന് നശിപ്പിച്ച് കളയും. അപ്പോൾ പിന്നെ എന്താ പറയുക ആകെ നഷ്ടമാവും. അതുകൊണ്ട് തന്നെ ആയിരിക്കും ആൾക്കാർ ഇതൊക്കെ തന്നെ അടിക്കുന്നത്. ജൈവ കീടനാശിനിയും കൊണ്ടൊന്നും ഞാൻ എന്താ പറയുക പലതും പ്രയോഗിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും അത്ര ഫലപ്രദമായിട്ട് എനിക്ക് തോന്നണമെന്നില്ല കേട്ടോ. അങ്ങനെ പയറാണെങ്കിലും എന്താ പറയുക ഒരുപാട് പൂവ് ഇടുന്നുണ്ട്, പക്ഷെ ചാഴീനെയും കൊണ്ട് ഒരു രക്ഷയില്ല. പിന്നെ എന്നാന്ന് വെച്ചാൽ ഇതിൽ വലിയ ലാഭമൊന്നും അല്ല, ശരിക്കും നഷ്ടം തന്നെയാണ്. ആ കാശുണ്ടെങ്കിൽ നമുക്ക് പച്ചക്കറി ഇഷ്ടമാതിരി കടയിൽ നിന്ന് മേടിച്ച് കഴിക്കാം. പക്ഷേ ഒരു മനസ്സിനൊരു സന്തോഷം അത്രേ ഉള്ളൂ കേട്ടോ. കുറച്ച് സമയം നമുക്ക് എന്താ പറയുക അവിടെ പോയി നനച്ചും അതിൻ്റെ ഒപ്പമൊക്കെ ഇങ്ങനെ നടക്കണ സമയത്ത് മനസ്സിനൊരു സന്തോഷം അത്ര ഇതിൽ വിചാരിച്ചാൽ മതി. അങ്ങനെ നനക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ താഴേക്ക് വന്നു കേട്ടോ. നമ്മുടെ സാലി മാത്രമേ ഒന്ന് മദ്രസയിൽ പോയിട്ടുള്ളൂ. ഞാൻ പനിയും ചുമയൊക്കെ ആയതുകൊണ്ട് വിട്ടിട്ടില്ല കേട്ടോ. താഴേക്ക് വന്നപ്പോഴേക്കും ഇക്ക പിന്നെ സാലിനെ വിളിക്കാനായിട്ട് പോവാണ്, മദ്രസയിലേക്ക് പോവാണ്. അതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ക്യാബേജും കോളിഫ്ലവറും ഈ തവണ നട്ടേക്കണത് കേട്ടോ. ഉണ്ടാവുമെന്നൊന്നും നമുക്കറിയത്തില്ല. നമ്മുടെ ഒരു കാലാവസ്ഥയിലും മണ്ണിലൊക്കെ അത് ഉണ്ടാവുമെന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ ഉണ്ടായാൽ തന്നെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോഴും ഒന്നും ഉണ്ടാവില്ല എന്നാണ് കേട്ടോ പറയണത്. കോളിഫ്ലവറൊക്കെ വളരെ ചെറുതായിട്ടുണ്ടാവുള്ളൂ എന്ന് പറയണം. എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്താ ബർത്ത്ഡേക്കാരൻ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആന്ന് പറയും. മിനിറ്റ് 2 മിനിറ്റ് പിടിക്കും.
ഹാപ്പി ബർത്ത്ഡേക്കാർക്ക് കയ്യൊടുക്കടി വിടണേ. ഞാൻ മുകളിൽ നിന്ന് നനച്ചുകൊണ്ട് വന്നപ്പോഴേക്കും നമ്മുടെ കുഞ്ഞോള് മാർക്കറ്റിൽ നിന്ന് എണീറ്റിട്ടുണ്ട്. നമ്മുടെ ബർത്ത്ഡേക്കാരൻ മുഹമ്മദും എണീറ്റിട്ടുണ്ട് കേട്ടോ. മുഹമ്മദ് സെയ്ഫാൻ എന്നാണ് കേട്ടോ അവൻ്റെ പേര്. നമ്മൾ വീട്ടിൽ മുഹമ്മദ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ സെയ്ഫാനും എണീറ്റിട്ടുണ്ട്, രണ്ടുപേരും എണീറ്റിട്ടുണ്ടേ. ഞാൻ കയറിപ്പോയപ്പോൾ രണ്ടുപേരും ഉറങ്ങായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ താഴേക്ക് വന്നിട്ട് ചിക്കൻ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചിക്കൻ അങ്ങ് വെള്ളത്തിലേക്ക് ഇടാമെന്ന് വിചാരിച്ചു. ചിക്കനും അതുപോലെ തന്നെ മീൻ, പാല് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കൊണ്ട് കഴിയുമ്പോൾ അപ്പോൾ തന്നെ ദേ ഇതുപോലെ കവറിൻ്റെ അടിഭാഗം ഇങ്ങനെ ഒന്ന് കീറി കൊടുക്കും കേട്ടോ. അങ്ങനെ കീറിയിട്ട് നമുക്ക് ഒന്നല്ലെങ്കിൽ നമ്മൾ പാത്രം കഴുകുന്ന സമയത്തൊക്കെ ആ സിങ്കിലേക്ക് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അപ്പം തന്നെ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പൈപ്പിൽ തന്നെ അങ്ങ് കഴുകിയിട്ട് എവിടെയെങ്കിലും വെള്ളം പോകാനായിട്ട് തൂക്കിയിടും. എവിടെയെങ്കിലും പുറത്തൊക്കെ എന്താ പറയുക ഒരു ആണിയ എന്തെങ്കിലും നമ്മൾ തറച്ചിട്ട് അതും ഇങ്ങനെ തൂക്കിയിട്ടേച്ചാൽ മതി കേട്ടോ. വെള്ളം പോയിട്ട് നന്നായിട്ട് ഉണങ്ങി കിട്ടും. നമ്മളിത് പാരായിട്ട് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പാരം തന്നെയാണ് കേട്ടോ. പക്ഷെ അപ്പം തന്നെ നമ്മളതങ്ങ് കഴുകിയിട്ട് ഇതുപോലെ എവിടെയെങ്കിലും കോർത്തിടുകയാണെങ്കിൽ എളുപ്പമാണ്. നമുക്ക് ഹരിതകർമ്മസേന വരുമ്പോൾ അവർക്ക് കൊടുത്തു വിടുകയും ചെയ്യാം കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ വാഷ് സ്പേസിൽ അത്യാവശ്യം പാത്രങ്ങൾ കിടക്കുന്നുണ്ട്. നമ്മൾ രാത്രിത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങോട്ട് കഴുകാമെന്ന് വിചാരിച്ചു. കാരണം ഇനിയിപ്പോൾ അടുത്തത് ഉണ്ടാക്കാൻ പോവാണല്ലോ. അപ്പോൾ അത് ഉണ്ടാക്കുന്നതും ഇനി കഴിക്കുന്നതും ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ല പാത്രങ്ങളുണ്ടാവും. അപ്പോൾ ഇതങ്ങ് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അപ്പോൾ നമ്മുടെ കഞ്ഞിവെള്ളം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അത് അയാനോട് കൊണ്ടുപോയി കളയാൻ പറഞ്ഞു കേട്ടോ. എന്താണാവോ ഇന്ന് ഒരു പ്രാവശ്യം പറഞ്ഞപ്പോഴേക്കും ആൾ കൊണ്ട് കളഞ്ഞു കേട്ടോ. അല്ലെങ്കിൽ ഇച്ചിരി മടിയാണ് ആൾക്ക്. അപ്പോൾ കഞ്ഞിവെള്ളം നമ്മൾ പുറത്ത് ഒരു ബക്കറ്റിൽ ഒഴിച്ച് വെക്കുകയാണ്. ഒരു ചേട്ടൻ വരും വെള്ളം എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വെള്ളം അതിൽ കൊണ്ടുപോയി ഒഴിക്കാൻ വിട്ടു. പാത്രം കഴുകിക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ സാലിനെയും കൊണ്ട് ഇക്ക വന്നു കേട്ടോ. ഇക്ക വന്നപ്പോൾ തന്നെ ഞങ്ങൾ അങ്ങോട്ട് ചെന്നു. വേറെ ഒന്നുമല്ല, നമ്മൾ മിഠായി എടുത്തിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കടയിൽ നിന്ന്. കട അപ്പോൾ ഓൾറെഡി നമ്മളങ്ങനെ തുറക്കാറില്ല, വാപ്പാക്ക് സുഖമില്ലാത്തതുകൊണ്ട്. അപ്പോൾ കടയിൽ നിന്ന് ഏതെങ്കിലും മിഠായി എടുത്തിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്ക 5 സ്റ്റാറാണ് എടുത്തുകൊണ്ട് വന്നത്. 10 രൂപ വരുന്ന 5 സ്റ്റാറാണ്. അപ്പോൾ അംഗൻവാടിയിൽ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരുപാട് പിള്ളേരൊന്നുമില്ല, 10-11 പിള്ളേരൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ മിഠായി തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അടുക്കളയിലേക്ക് വന്നേച്ചും അത് മുഴുവനും അങ്ങ് കൊട്ടിയിട്ടു കേട്ടോ. വേറെ ഒന്നുമല്ല, ഇതിൽ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കണമല്ലോ. പിള്ളേർക്കൊരു 11 എണ്ണം 12 എണ്ണമാണ് ഞാൻ കണക്ക് കൂട്ടിയിട്ടുള്ളത്. പിള്ളേരും പിന്നെ അതുപോലെ തന്നെ 2 എണ്ണം ടീച്ചറിനും പാത്തുത്താന്ന് പറഞ്ഞാൽ അവിടുത്തെ ഹെൽപ്പർക്കും വേണ്ടിയിട്ട് മാറ്റി വെക്കണം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ദേ കുറേ എണ്ണയിട്ട് അത് കവറിലാക്കാണ്, ഒരു ഷെമീസ് കവറിലാക്കാണ്. പിന്നെ നമ്മുടെ പിള്ളേർക്ക് കഴിക്കാനായിട്ട് നമ്മുടെ മുഹമ്മദിന് കഴിക്കാനും സാലിക്കും അയാനും പിന്നെ ഒരെണ്ണം എനിക്കും ഒരെണ്ണം ഇക്കാക്കും അങ്ങനെയൊക്കെ എടുത്ത് വെക്കാണ് കേട്ടോ. അപ്പം എനിക്ക് 5 സ്റ്റാർ അത്ര ഇഷ്ടമൊന്നുമല്ല, ഒരു കഷ്ണമൊക്കെ ഞാൻ കഴിക്കത്തുള്ളൂ. എനിക്ക് വലിയ താല്പര്യമില്ല 5 സ്റ്റാർ. അപ്പോൾ ഇന്ന് വെറുതെ അല്ല കേട്ടോ മോളിക്കൂടെയൊക്കെ ലാലപാടി നടന്നത്. ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. സാമ്പാർ ഓൾറെഡി ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതെടുത്ത് ചൂടാക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇക്കനോട് പറഞ്ഞു എന്നാൽ കുറച്ച് പൊറോട്ട വാങ്ങിയിട്ട് വാ. അപ്പോൾ പിന്നെ ഇന്ന് ഇപ്പോൾ രാവിലെ ഒന്നും ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അതാണ് നമ്മൾ രാവിലെ ഇങ്ങനെ ലാലപാടി നടക്കണേ കേട്ടോ. അങ്ങനെ അതേ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് സാമ്പാർ എടുത്തുകൊണ്ട് ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കുഞ്ഞോളിപ്പോൾ വാപ്പാടെ കയ്യിൽ നിന്ന് ഉപ്പച്ചിയുടെ കയ്യിലേക്ക് പോയേക്കാണ് കേട്ടോ. അങ്ങനെ ഉപ്പച്ചിയും മോളും കൂടെ മൊബൈലിൽ എന്തൊക്കെയോ നോക്കിയിരിക്കുന്നുണ്ട്. സാമ്പാർ ചൂടായി കഴിയുമ്പോൾ മുഹമ്മദിന് ആദ്യം തന്നെ അങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വാപ്പ അവന് പൊറോട്ടയിലേക്ക് സാമ്പാർ ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. നമ്മുടെ മുഹമ്മദിനെ തീറ്റിക്കണമെങ്കിലാണ് കുറച്ച് ബുദ്ധിമുട്ട്. ആളെ വകുപ്പും റോളും ഒക്കെ കേട്ട് സമ്മതിച്ച് സോപ്പിട്ടിട്ടൊക്കെ വേണം കഴിപ്പിക്കാനായിട്ട്. അങ്ങനെ അതേ ആൾക്ക് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് ഇതേ സാലിക്കും അയാനുള്ളത് ഞാൻ ഇവിടെ വിളമ്പി വെച്ചേക്കാണ് കേട്ടോ. പൊറോട്ടയും സാമ്പാറും കൂടെ വിളമ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട് ഇക്ക അതിൻ്റെ പുറകെ നടന്നോളും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതേ കൊച്ചിനെ മേടിച്ച് കൈ പിടിക്കാണ് കേട്ടോ. ഞാൻ ചെന്നിരിക്കണേലും സ്പീഡിൽ പിള്ളേർ കഴിച്ചോളും ഇക്ക ഉണ്ടെങ്കിൽ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് എനിക്കും ഇക്കാക്കുള്ള പൊറോട്ട ഞാൻ എടുത്ത് വെക്കാണ്. പിന്നെ അതുപോലെ തന്നെ വാപ്പാക്കും ഞാനൊരു പ്ലേറ്റിലേക്ക് കൊടുക്കാണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ളത് പൊതിഞ്ഞ് അവിടെ എടുത്ത് വെക്കാണ്. അത് അനിയനുള്ളതാണ്. അപ്പോൾ അവൻ എണീറ്റിട്ടില്ല. എണീറ്റ് കഴിയുമ്പോൾ അവൻ എടുത്ത് കഴിച്ചോളും. ഇക്ക കടയിൽ പോയി വന്നപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് ഞാൻ നോക്കിയില്ല. അപ്പോൾ അതെന്നാന്നൊക്കെ നോക്കുവാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ പറഞ്ഞതൊക്കെ തന്നെ ആയിരിക്കും മേടിച്ചിട്ടുണ്ടാവുക. അപ്പോൾ കുറച്ച് പുതിനയിലയും മല്ലിയിലയും പിന്നെ അതുപോലെ തന്നെ തക്കാളിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു, സവാള തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഗരം മസാല അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇതൊക്കെ കുറച്ച് ഇരിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഒത്തിരി നാളായി മേടിച്ചിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുതിയതൊരു പാക്കറ്റ് മേടിക്കാൻ പറഞ്ഞു. പിന്നെ കാഷ്നട്ട് കിസ്മിസ് പിന്നെ നമ്മളിന്ന് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കൈമ റൈസിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ കൈമ റൈസ് മേടിച്ചിട്ടുണ്ട്. ബിരിയാണി ഞാൻ വീട്ടിലുണ്ടാക്കിയാൽ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടാറൊന്നുമില്ല കേട്ടോ.
ആ സമയത്ത് നെയ്ച്ചോറും അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ എനിക്കിഷ്ടമാണ്. ബിരിയാണി എന്താണോ ഞാൻ വീട്ടിലുണ്ടാക്കുമ്പോൾ ആ ഒരു കടയിലെ സ്മെല്ലൊന്നും എന്താ പറയുക അങ്ങ് വരത്തില്ല കേട്ടോ. എനിക്ക് കടയിലെ ബിരിയാണിയാണ് കൂടുതൽ ഇഷ്ടം. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അതിലധികം എസൻസും കാര്യങ്ങളൊന്നും ചേർക്കണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര എനിക്ക് അങ്ങോട്ട് ഇഷ്ടമാവാറില്ല കേട്ടോ. പിന്നെ എനിക്കും മിക്കക്കും സാമ്പാറൊക്കെ പൊറോട്ടയിലേക്ക് ഒഴിച്ചെടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ചായയൊക്കെ മധുരമിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും പിള്ളേർ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പൊറോട്ടയും എന്താ പറയുക സാമ്പാറൊക്കെ ആണെങ്കിൽ പിള്ളേർക്ക് പ്രത്യേകിച്ച് മടിയൊന്നും ഉണ്ടാവില്ല, അവർക്ക് ഇഷ്ടമാണ്. ഇടയ്ക്കൊക്കെ മേടിക്കുള്ളൂ കേട്ടോ, വല്ലപ്പോഴൊക്കെ പൊറോട്ടയൊക്കെ മേടിക്കാറുള്ളൂ. അത്ര ഹെൽത്തി ഒന്നും അല്ലല്ലോ. നാലെയാണെങ്കിൽ പൊറോട്ടയായിട്ട് മല്ലിടാണ് കേട്ടോ. അപ്പോൾ ഇക്ക ഒരു കൈയും കൊണ്ട് പൊറോട്ട പീസ് ചെയ്യാൻ പഠിക്കുന്നു പറഞ്ഞുകൊണ്ട് ആളങ്ങ് അതും ഇട്ട് മല്ലി പിടിക്കാനായിട്ടോ ഇങ്ങനെ നുള്ളി എടുക്കാനായിട്ട്. അപ്പോൾ പിള്ളേർക്ക് അവിടെ ഭക്ഷണം കഴിക്കാൻ കൊടുത്തേച്ചും ഞാൻ ഇക്കയും കൂടെ കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇക്കക്ക് ചായ കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ആവശ്യമുള്ളവർ ഫുഡ് കഴിക്കുക അങ്ങനെയല്ല. ഇപ്പം വലുതാവുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. ഇപ്പം ഏതായാലും ഞങ്ങളും അതുപോലെ തന്നെ പിള്ളേരും വാപ്പായും എല്ലാവരും ഒന്നിച്ചിരുന്നാണ് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാറ്. മാക്സിമം അങ്ങനെ തന്നെയാണ് കഴിക്കാറ്. പിന്നെ ഇനി പിള്ളേർ വലുതായി കഴിയുമ്പോൾ എങ്ങനെയാവുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഏതായാലും നമുക്ക് അവരെ നിയന്ത്രിക്കാൻ പറ്റിയ പ്രായമാണല്ലോ. അപ്പോൾ നമ്മളുടെ ആ ഒരു രീതിയിലേക്ക് തന്നെയാണ് ഫുഡൊക്കെ കഴിച്ച് പോകുന്നത്. അപ്പോൾ അയാൻ്റെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. അവൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് സ്കൂളിൽ പോകാനായിട്ട്. അതുപോലെ തന്നെ സാലിം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്കൂളിൽ പോകാൻ നേരത്ത് അയാൻ ഫാസ്റ്റാണ് കേട്ടോ. റെഡി ആവാനൊക്കെ ആ ഒരു കാര്യത്തിൽ അയാൻ ഫാസ്റ്റാണ്. പെട്ടെന്ന് തന്നെ ആൾ റെഡി ആയിട്ട് ആൾ സെറ്റായിട്ട് നിൽക്കും കേട്ടോ. പിന്നെയും കുറച്ചും കൂടെ സ്ലോ സാലിയാണ് കേട്ടോ. അപ്പോൾ ഷൂ ഒക്കെ പോളിഷ് ചെയ്യാണ്. ഇക്ക എന്നും പറയും വൈകുന്നേരം ചെയ്ത് വെക്കാനായിട്ട് പറയും കേട്ടോ. പക്ഷെ അവർ ചെയ്ത് വെക്കത്തില്ല. പോകണ സമയമൊക്കെ ആകുമ്പോഴായിരിക്കും ഓർക്കുക. പിന്നെ നമ്മളതൊന്നും ചെയ്ത് വെക്കാറുമില്ല കേട്ടോ. വേറെ ഒന്നുകൊണ്ടല്ല, ഇതൊക്കെ പിള്ളേർ ചെയ്ത് ശീലിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മളിപ്പോഴേ ഇതൊക്കെ ഇങ്ങനെ ശീലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ വലുതാവുന്നവരെ നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും കേട്ടോ. ഒന്നാമത് അതിനുള്ള സമയം എനിക്കില്ല. എനിക്ക് എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ നോക്കി വരുമ്പോഴേക്കും എനിക്കതിനുള്ള സമയമൊന്നും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരവരുടെ കാര്യങ്ങളൊക്കെ അവരവർ ചെയ്യാനായിട്ട് നമ്മൾ ശീലിപ്പിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും വലിയ ഭാരമുള്ള കാര്യങ്ങളൊന്നുമല്ലല്ലോ, പിള്ളേർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. തലേന്നൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് എന്താ പറയുക കുറച്ചുകൂടെ ഭംഗിയിൽ വേറെ എവിടെയെങ്കിലും ആവാതെയൊക്കെ നോക്കാൻ പറ്റും. അങ്ങനെ ഷൂ ഒക്കെ റെഡിയാക്കിയിട്ട് അവർ സെറ്റായി അവർ സ്കൂളിൽ പോവാണ്. ഇന്ന് ഇക്കായാണ് കൊണ്ടുവിടുന്നത്. രണ്ടുപേരും സ്കൂളിൽ കൊണ്ടുപോയി ആക്കാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിന് മുന്നേ ഒക്കെ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള മാലിക് ദീനാർ എന്ന് പറയുന്ന സ്കൂളിലാണ് അവർ പോകുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാൻ മുറ്റത്തിറങ്ങിയപ്പോഴാണ് നമ്മുടെ ഇരുമ്പൻ പുളി നന്നായിട്ട് കായ്ച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഇക്കാനോട് പറഞ്ഞു അതിൻ്റെ ശിഖരങ്ങളൊക്കെ വെട്ടിക്കളാന്ന് പറഞ്ഞു കേട്ടോ. കാരണം വല്ലാണ്ട് അങ്ങ് തളർത്ത് ഇങ്ങനെ നിൽക്കണമായിരുന്നു. ഇരുമ്പൻ പുളി വല്ലപ്പോഴൊക്കെ ഉണ്ടാവുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഇക്ക വെട്ടാനായിട്ട് മടിയായിരുന്നു. വാപ്പാക്ക് ഭയങ്കര മടിയായിരുന്നു വെട്ടിക്കാനൊക്കെ ആയിട്ട്. ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് അത് ഉണ്ടാവും, വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും. ഞാൻ അമ്മായിട്ടൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വെട്ടിക്കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കായ്ച്ച് നിൽക്കുന്നതൊക്കെ. അങ്ങനെ നമ്മളതങ്ങ് വെട്ടിക്കളഞ്ഞപ്പോഴുണ്ടല്ലോ അടി മുതൽ അങ്ങ് ഇരുമ്പുളി അങ്ങ് പൂത്തിട്ടുണ്ട്, കായ്ച്ചും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വന്ന സമയത്തൊക്കെ ഒത്തിരി ചെടികളുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. ചെടിയും ചെടിച്ചട്ടിയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അത് ഞാൻ പച്ചക്കറി കൃഷിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അതങ്ങ് പോയി കേട്ടോ. പിന്നെ അതൊക്കെ നോക്കാതെയും ഒക്കെ അങ്ങ് പോയി. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഞങ്ങൾ ചെടിയിലേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കുറേശ്ശെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചട്ടി ഇത് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ HDP പോട്ടാണ് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ഓരോന്നോരോന്ന് വെച്ച് പിടിപ്പിക്കുകയാണേ. അപ്പോൾ നമ്മുടെ കറിവേപ്പ് ആകെ നശിച്ചു പോയിട്ട് വീണ്ടും കിളർത്ത് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ എന്താ പറയുക പുറത്തത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അകത്തേക്ക് കയറി നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വലിയ ബിരിയാണിയുടെ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കണത്. അപ്പോൾ ഓരോ ചിക്കൻ പീസും എടുത്ത് വൃത്തിയാക്കാനൊക്കെ ആയിട്ട് നല്ല എളുപ്പമായിരുന്നു കേട്ടോ. അങ്ങനെ അതുമേയുള്ളൊരു പാട കണക്കൊക്കെ ഉണ്ടാവില്ലേ ചിക്കൻ്റെ മുകളിലായിട്ട്. അപ്പോൾ ആ ഒരു പാടയൊക്കെ ഞാൻ പറിച്ച് കളഞ്ഞ് നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ചിക്കനൊക്കെ ക്ലീൻ ചെയ്ത് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ സിങ്കിലേക്ക് വന്നപ്പോൾ വീണ്ടും നമ്മുടെ സിങ്ക് നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ട്. രാവിലെ തന്നെ കുറേ പാത്രങ്ങൾ ഞാൻ കഴുകി വെച്ചതായിരുന്നു കേട്ടോ. അങ്ങനെ വീണ്ടും നിറഞ്ഞിട്ടുണ്ട്. കാരണം എല്ലാവരും കഴിക്കണതും ഉണ്ടാക്കുന്നതും കഴുകണതും അങ്ങനെ ഇങ്ങനെയൊക്കെ അത്യാവശ്യം നല്ല പാത്രം ഉണ്ടാവും. അങ്ങനെ വേഗം ഞാൻ അതൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. കാരണം വീണ്ടും പാത്രങ്ങളാകാനുള്ളതാണ്. അപ്പോൾ വേഗം നമുക്കിതൊക്കെ ഒന്ന് കഴുകി വെക്കാം. എൻ്റെ സിങ്ക് എപ്പോഴും അതെ കേട്ടോ, ഒരു പാത്രമെങ്കിലും ഇല്ലാത്ത ഒരു സമയം ഉണ്ടാവില്ല കേട്ടോ. അല്ലെങ്കിൽ പിള്ളേർ ജസ്റ്റ് ഒരു വെള്ളമെങ്കിലും കുടിച്ചാൽ ഗ്ലാസ് അവിടെ ഇട്ടിരിക്കും. പാത്രമൊക്കെ കഴുകി ഞാൻ സിങ്കൊക്കെ ഒന്ന് കഴുകി അവിടെ വൃത്തിയാക്കിയിട്ടു കേട്ടോ. എന്നിട്ട് ഞാൻ
പായസം കുറച്ചങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമില്ല, അംഗൻവാടിയിലേക്ക് മാത്രമാണ് കേട്ടോ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ വളരെ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ. കാരണം ഒത്തിരി അങ്ങ് എന്താ പറയുക വിപുലമാക്കണില്ല കേട്ടോ, ചിലവ് അത്ര അങ്ങ് കൂട്ടുന്നില്ല. അപ്പോൾ ഒരു 3 പാക്കറ്റ് പാൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അരിച്ചിട്ട് ഒരു ചരുവത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സേമിയ പായസം ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡി ആവുമല്ലോ. നമുക്കൊരു 10-10:30 ആകുമ്പോഴേക്കും കൊച്ചിനെയും കൊണ്ട് അംഗൻവാടിയിലേക്ക് പോവുകയും ചെയ്യണം. അപ്പോൾ ഞാൻ ദേ പാൽ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നാലാണ് ആ സേമിയൊക്കെ വെന്ത് വെള്ളം വറ്റി വരത്തുള്ളൂ കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് ചവ്വരി ചേർക്കുന്നുണ്ട്. ചവ്വരി ഞാൻ ആദ്യമേ അങ്ങ് ചേർക്കാണ് വെന്തോട്ടെ എന്ന് വിചാരിച്ചിട്ട്. നമ്മൾ വേവിച്ച ചവ്വരി അല്ല കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ അങ്ങ് പാലിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് കൊടുക്കുകയാണ് വേവാനായിട്ട്. അതിന് നമുക്കൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആദ്യം നെയ്യ് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് അതിലാണ് നമ്മൾ ആ ഒരു സേമിയ വറുത്തെടുക്കുന്നത് കേട്ടോ. ഓൾറെഡി വറുത്ത സേമിയാണ് കേട്ടോ, എന്നാലും ജസ്റ്റ് ഒന്ന് നെയ്യിലൊന്ന് വഴറ്റി എടുക്കൂട്ടെ ഞാൻ. അപ്പോൾ ആ ഒരു സേമിയ വറുക്കണതിന് മുന്നേ തന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ടാണ് ഇട്ട് കൊടുക്കണം. കാരണം ഈ ഉണക്കമുന്തിരിയൊക്കെ എവിടെയൊക്കെ ഇട്ടാൽ ഉണക്കണേന്ന് നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ മാക്സിമം ഉണക്കമുന്തിരിയൊക്കെ കഴുകിയിട്ടാണ് ഇട്ട് കൊടുക്കാറ്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. എന്നിട്ട് ആ ഒരു നെയ്യിലേക്ക് തന്നെ നമ്മുടെ സേമിയ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഓൾറെഡി ഫ്രൈ ചെയ്തേക്കണം, ആയതുകൊണ്ട് തന്നെ പെട്ടെന്നാവും, നോക്കി നിൽക്കണം കേട്ടോ. എന്നിട്ട് അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് നമുക്ക് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ പാലൊക്കെ അത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ആ ഒരു ചവ്വരിയൊക്കെ അത്യാവശ്യം വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ ഒരു സേമിയ വറുത്ത് വെച്ചേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി സേമിയയും കൂടെ അതിൽ കിടന്ന് വെന്ത് അത്യാവശ്യം നന്നായിട്ട് പാല് കുറുകി വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യണം. അതിന് മുന്നേ കുറച്ച് കാര്യങ്ങളൂടെ നമുക്ക് ചേർക്കാനുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുത്തില്ല കേട്ടോ. എന്നാലും ഞാൻ നന്നായിട്ട് തന്നെ കുറുക്കിയിട്ടാണ് പായസം എടുക്കുക. ആദ്യം പിള്ളേരില്ലല്ലോ, അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് കുറുക്കി എടുക്കാം. പായസം അവിടെ ഒന്ന് റെഡി ആവട്ടെ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. ആ നേരം കൊണ്ട് നമുക്ക് ബിരിയാണിക്കുള്ള ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ബിരിയാണിക്ക് ഞാൻ അത്ര എക്സ്പേർട്ടല്ല, എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ദേ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ സവാളയും ഒക്കെ നന്നാക്കി എടുക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ ഇക്കായുണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. മുഹമ്മദ് ആണെങ്കിൽ കുളിയും കഴിഞ്ഞ് റെഡിയായി, ചായ കുടിക്കലും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് റെഡിയായി കേട്ടോ. റെഡിയായി കഴിഞ്ഞ് പിന്നെ അവൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവന് പിന്നെ കൂട്ടുകാരെ കാണാൻ പോകണം. ഒട്ടും ക്ഷമ ഉണ്ടാവില്ല. പിന്നെ നമ്മളിങ്ങനെ ശല്യം ചെയ്തുകൊണ്ടേ ഇരിക്കും കേട്ടോ. എനിക്ക് പോകണം, എനിക്ക് കൂട്ടുകാരെ കാണാൻ പോകണം, എനിക്ക് കൂട്ടുകാരെ കാണാൻ പോകണം, അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. അങ്ങനെ അതേ റെഡി ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്ന് നിന്ന് പറച്ചിൽ തുടങ്ങി കേട്ടോ. അങ്ങനെ അതേ സേമിയൊക്കെ ഏകദേശം വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് ആവശ്യത്തിന്. അപ്പോൾ നമ്മൾ ആദ്യമേ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഈ സേമിയ വെന്ത് കിട്ടാനായിട്ട് താമസം എടുക്കുമെന്നാണ് കേട്ടോ പറയണത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലാസ്റ്റാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതേ നമ്മുടെ കുഞ്ഞോള് ജനലൊക്കെ വന്ന് നോക്കി നിൽക്കണ കണ്ടോ, അവിടെ വാപ്പാടെ കൂടെയാണ് കേട്ടോ ആള്. അപ്പോൾ ജനലിൽ കൂടെ നോക്കി നിൽക്കുകയാണേ. ഇനി ഞാൻ ആദ്യം തന്നെ ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കാൻ കേട്ടോ. അപ്പോൾ ചിക്കനുള്ള മസാലയാണ് റെഡിയാക്കണേ. അതിലേക്ക് നമ്മൾ പെരിഞ്ജീരകം, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ചിക്കൻ്റെ പീസൊക്കെ വലിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്ത് മേടിച്ചേക്കണേ കേട്ടോ, ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ. പിന്നെ ഞാൻ സവാളയൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്, ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സവാളയൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുഞ്ഞോൾക്കുള്ള ബേബി ഫുഡ് റെഡിയാക്കിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ റാഗി ഉണ്ടല്ലോ, റാഗി പൊടിച്ച പൗഡറാണ്. അത് ഞാൻ കൽക്കണ്ടവും ചേർത്തിട്ട് കുറുക്കിയെടുത്ത് വെച്ചേക്കണതാണ്. ആൾ കഴിക്കത്തൊന്നുമില്ല, എന്നാലും കുറേശ്ശൊക്കെ എങ്ങനെയൊക്കെ നിർബന്ധിച്ച് ഞാൻ കൊടുക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഇങ്ക് കൊടുക്കണം. പിന്നെ അതേ നമ്മുടെ പായസം ഏകദേശം സെറ്റായിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഏലക്ക പൗഡറോടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നാലാണ് ആ ഒരു ഫ്ലേവർ നന്നായിട്ട് നിൽക്കാട്ട പായസത്തിൽ. അപ്പോൾ അത് ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം, മിക്സ് ചെയ്യാം. നല്ലൊരു തിക്ക് ബാറ്ററായി കഴിയുമ്പോൾ നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി ഇതേ നമ്മൾ ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കാൻ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതേ സവാള കട്ട് ചെയ്തത് ഞാനൊരു വലിയ ചരുവത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ പച്ചമുളകൊക്കെ കൂടി ചതച്ച് വെച്ചിട്ടില്ലേ, അതിൽ നിന്ന് 1 സ്പൂൺ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് റൈസിൻ്റെ കൂടെ ചേർക്കാനായിട്ട്. ബാക്കിയുള്ളത് ഫുള്ളായിട്ടും നമ്മൾ ഈ ഒരു ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് ചിക്കനിലേക്ക് പുതിന, അതുപോലെ തന്നെ മല്ലിയില, കറിവേപ്പില ഇത് 3 ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം
നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് അവിടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അവസാനം ദം ചെയ്യണ സമയത്ത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ആവശ്യമുണ്ട്. ഒരു 1.5 സ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഏകദേശം 1 സ്പൂണോളം ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് കുരുമുളക് പൊടി 1 സ്പൂണോളം ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മുടെ ചിക്കനിലേക്ക് മൊത്തത്തിൽ ആവശ്യമായിട്ടുള്ള ഉപ്പ് വേണം കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ നമുക്കതിലേക്ക് നാരങ്ങാ നീര് ഒരു 2 സ്പൂണോളം ചേർത്ത് കൊടുക്കാം. അല്ലാത്ത തൈര് അത് ഒരു 1/2 കപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മുളക് പൊടി ഒരു 1.5 സ്പൂണോളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. മുളക് പൊടി ഒരുപാട് ചേർക്കണില്ല, ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് സവാളയിൽ നമുക്ക് തിരുമ്മി എടുക്കണം കേട്ടോ. തിരുമ്മി മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം അതിലേക്ക് ഒരു 1/2 ഗ്ലാസിൻ്റെ മുകളിലായിട്ട് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ആ പീസും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നമ്മുടെ സവാളയും എല്ലാ ഐറ്റംസും കൂടെ ആ ചിക്കനിലോട്ട് പിടിക്കാനായിട്ട്. ഇനി നമുക്കിത് ഒരു 1 മണിക്കൂറോളം ഒന്ന് മാറ്റി വെക്കാം. ആ ഒരു ചിക്കനൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വരണം അതുവരെ. ആ സമയത്ത് നമ്മുടെ പായസമൊക്കെ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വറുത്തി വെച്ചിട്ടുള്ള സാധനങ്ങളും കൂടെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. അപ്പോൾ ഏകദേശം ഒന്ന് തണുപ്പായിട്ടുണ്ട്. ശരിക്കും ചൂടാറിയിട്ടില്ല, അത്യാവശ്യം ഒന്ന് ചൂടാറിയിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല കുറുകിയ നല്ല അടിപൊളി സേമിയ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കൊണ്ടുപോകാനായിട്ട് അംഗൻവാടിയിൽ പിള്ളേർക്ക് കൊടുക്കാനായിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ഒരു തൂക്കുപാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മളൊരു ഗ്ലാസ്സിൽ അളന്നിട്ടാണ് കേട്ടോ ഒഴിക്കണത്. വേറെ ഒന്നും കൊണ്ടല്ല, കുറഞ്ഞു പോകരുത് എന്നുള്ളൊരു ഇതുകൊണ്ടാണ് കേട്ടോ. കൂടിയാലും പ്രശ്നമൊന്നുമില്ല, കുറഞ്ഞു പോകരുത്. അപ്പോൾ നമ്മൾ ഒരുപാടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അംഗൻവാടിയിലെ പിള്ളേർക്കൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അത് ഞാൻ വിളമ്പി കഴിഞ്ഞപ്പോൾ അതിനുള്ളത് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആ ഒരു കുഞ്ഞു തൂക്കുപാത്രത്തിൽ നമ്മുടെ നൈബർ രാജ ചേച്ചിക്ക് ഇച്ചിരി കൊടുക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ പോണ വഴിക്കാണ് ആ ചേച്ചി ജോലി ചെയ്യുന്ന സ്ഥലം. അപ്പോൾ അവിടെ കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ മുഹമ്മദിനെയും കൊണ്ട് പോവുകയാണ്. അപ്പോൾ ആൾ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞോളം അതിൽ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അംഗൻവാടിയിൽ ഇന്ന് ഞാൻ കൊണ്ടുപോയാക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ഇക്ക ഉള്ളപ്പോൾ ഇക്കയാണ് കൊണ്ടുപോയി ആക്കാറ്. ഇന്നിപ്പോൾ പായസമൊക്കെ കൊടുക്കാനുള്ളതുകൊണ്ട് ഇക്ക പറഞ്ഞു നീ തന്നെ കൊണ്ടുപോയി ആക്കിക്കൊള്ളാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാനും മുഹമ്മദും കൂടെ വണ്ടിയിൽ പോവാണ്. തിരക്കാണ് കേട്ടോ അംഗൻവാടി ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന് 10 മണി ആയിട്ടുണ്ട്. ഏകദേശം 10 മണിയൊക്കെ ആവും കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. കാരണം ആദ്യത്തെ എന്താ പറയുക സെക്ഷൻ എന്ന് പറയുന്നത് 2 പിള്ളേരെ ആദ്യം വിടണം, സ്കൂളിൽ വിടണമല്ലോ. അപ്പോൾ അവരുടെ പുറകെ ആയിരിക്കും. 9 മണിയാകുമ്പോഴാണ് അവർ പോകുന്നത് കേട്ടോ. 9 മണി കഴിയും. ഏകദേശം ഒരു 9:30 ആകുമ്പോഴാണ് പിന്നെ ഇവനെ വിടാനായിട്ട് നമ്മൾ റെഡിയാക്കാനൊക്കെ ആയിട്ട് ഇറങ്ങണേ കേട്ടോ. അങ്ങനെ അവനെ കുളിപ്പിച്ചും റെഡിയാക്കി എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും എങ്ങനെ 10 മണിയാവും കേട്ടോ അവൻ അംഗൻവാടി പോണ സമയമാകുമ്പോൾ. അങ്ങനെ നമ്മൾ അംഗൻവാടിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അംഗൻവാടിയിൽ ഒക്കെ കയറി പോവാണ്. അപ്പോൾ ചെന്നപ്പോൾ തന്നെ ഞാൻ ടീച്ചറോട് പറഞ്ഞത് നമ്മുടെ മുഹമ്മദിൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു. വേഗം ടീച്ചർ ഒരു എന്താ പറയുക ബൊക്കെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവന് കൊടുക്കാനായിട്ട്. അപ്പോൾ അവിടെയുള്ള ഇലകളും പൂക്കളും ഒക്കെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുത്തതാണ് ടീച്ചർ. പിന്നെ രാവിലെ തന്നെ ഈശ്വര പ്രാർത്ഥനയായിരുന്നു. അപ്പോൾ നമ്മുടെ മുഹമ്മദ് എന്തൊക്കെയോ ടീച്ചറിൻ്റെ ഒപ്പം പറയുന്നുണ്ട്. നന്നായിട്ടൊന്നും അറിയാൻ പാടില്ലെങ്കിലും ആൾ ടീച്ചർ ചൂണ്ടാനൊക്കെ നോക്കിയിട്ടൊക്കെ അനക്കടമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട് ആൾ. അത് കഴിഞ്ഞ് പ്രതിജ്ഞയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്നും കാണാറില്ല കേട്ടോ. ഒന്നാമത് നമ്മുടെ മുഹമ്മദ് എന്താ പറയുക ആദ്യം മുതലേ അങ്ങനെ കരച്ചിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ അംഗൻവാടിയിൽ ഇരിക്കാറുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇരുന്നാലല്ലേ ഇതൊക്കെ നമ്മൾ കാണുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ടീച്ചർ എന്താ ഹാപ്പി ബർത്ത്ഡേ തൊപ്പി അംഗൻവാടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ച് കൊടുത്തു. ഒരു പൂച്ചെണ്ട് കൊടുത്തു. അതുപോലെ അവൻ്റെ ഫ്രണ്ട്സിനെയും കൊണ്ടൊക്കെ കൊടുപ്പിച്ചു. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടാ. അവനും ഹാപ്പിയായി, കൂടെയുള്ളവരൊക്കെ ഹാപ്പി ആയിട്ടാ. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ എന്താ പറയുക നമ്മുടെ അയാനല്ല നമ്മുടെ മുഹമ്മദിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ നമ്മൾ ഈ അംഗൻവാടിയിൽ വെച്ചിട്ട് തന്നെ കേക്കൊക്കെ മുറിച്ച് സെലിബ്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ സന്തോഷിക്കുമ്പോൾ അവൻ്റെ കൂടെ അവൻ്റെ ഫ്രണ്ട്സും കൂടെ സന്തോഷിക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി എന്താ പറയുക ഹാപ്പി ആവും അല്ലേ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. നമ്മുടെ കൂടെ മറ്റുള്ളവരോട് സന്തോഷിക്കാനുണ്ടെങ്കിൽ കുറച്ച് ഹാപ്പി കൂടുതലായിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ്റെ ഇപ്പോഴത്തെ സന്തോഷം എന്ന് പറയുന്നത് അവൻ്റെ ഫ്രണ്ട്സ്, അവൻ്റെ അംഗൻവാടിയിലെ ഫ്രണ്ട്സൊക്കെ തന്നെയാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് തന്നെ എന്താ പറയുക അവർക്കൊരു സന്തോഷം. അവർക്ക് മിഠായി കൊടുക്കുമ്പോഴും പായസം കൊടുക്കുമ്പോഴൊക്കെ അവരും ഹാപ്പിയാവും, അവനും ഹാപ്പിയാവും. അത്രേ നമ്മൾ വിചാരിച്ചിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ 5 സ്റ്റാർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നല്ലോ, അത് എല്ലാവർക്കും അവൻ വീതം വെച്ച് കൊടുത്തു. അപ്പോൾ എല്ലാവരും ഹാപ്പിയായി, മിഠായിയൊക്കെ കിട്ടിയപ്പോഴേ. അത് കഴിഞ്ഞ് ഗ്ലാസ്സിലേക്കൊക്കെ ഞാൻ പായസം വിളമ്പി വെക്കാണ് കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് കൊടുക്കാനായിട്ട്. അപ്പോഴേക്കും ഇക്ക വിളിക്കാൻ തുടങ്ങി വേഗം വരാൻ പറഞ്ഞിട്ട്. വേറെ ഒന്നുമല്ല, നമുക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ട് മൂത്തവർ 2 പേരും ഇന്ന് സ്കൂളിൽ ഫുഡ് കൊണ്ടുപോയിട്ടില്ല കേട്ടോ.
അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും ബിരിയാണി ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അവർക്ക് സ്കൂളിലേക്ക് കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. തൊട്ടടുത്ത് തന്നെയാണ് സ്കൂള്. അവർ 12:30 ആകുമ്പോഴാണ് ഫുഡ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇക്കാറിന് വേഗം വാ, എന്താ പറയുക, ബിരിയാണി റെഡിയാക്കി എല്ലാവർക്കും കൊണ്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വേഗം വാ, നമുക്ക് റെഡിയാക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ 2-3 ഗ്ലാസ്സിൽ ഇങ്ങനെ വിളമ്പി എടുത്തപ്പോഴാണ് വിളിക്കണത്. പിന്നെ ഞാനത് അവിടെ വെച്ചിട്ട് പോയി കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ബാക്കി വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോ ഇടാം കേട്ടോ. കാരണം ഒത്തിരി ലെങ്തായി പോകും ഇനി ബാക്കിയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ.